Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ +2 മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കറണ്ട്. കറണ്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഫ്ലോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വാട്ടർ, എയർ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് എയർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു വയറിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി പോകുമ്പോഴാണ് നമ്മൾ കറണ്ട് ഉണ്ടെന്ന് പറയുന്നത്. ആ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ കറണ്ട് നിന്നു, ഫ്ലോ ഉള്ളപ്പോൾ കറണ്ട് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്ലോ നിൽക്കുമ്പോഴാണ് നമ്മൾ കറണ്ട് പോയി എന്ന് പറയും. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്, എത്രത്തോളം? ചിലപ്പോൾ കറണ്ട് കൂടുതലായിരിക്കും, ചിലപ്പോൾ കറണ്ട് കുറവായിരിക്കും. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഈ ജാഥ പോകുന്നത് കാണും. ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ കാണും ഒരു ജാഥയിൽ, ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഒത്തിരി ആൾക്കാരുള്ള ജാഥയിൽ ഒരു സെക്കൻഡിൽ നമ്മുടെ കൺമുന്നിലൂടെ ഒത്തിരി ആൾക്കാർ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ വളരെ ആൾക്കൂട്ടം അല്ലെങ്കിൽ ആൾ കുറഞ്ഞ ഒരു ജാഥയിൽ ഒരു സെക്കൻഡിൽ നമ്മുടെ കൺമുന്നിലൂടെ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജസ് വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ത്രൂ ദി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ, ഓർ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഫ്ലോയിങ് ത്രൂ ദി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ചാർജസിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് കൂടുതൽ ചാർജസ് ഒരു സെക്കൻഡിൽ കടന്നു പോയാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും അല്ലെങ്കിൽ തീവ്രത കൂടുതലായിരിക്കും. അതുപോലെ ചാർജസിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ ഇൻറ്റൻസിറ്റി കറണ്ടിൻ്റെ കുറവായിരിക്കും. ഇനി ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസ് ഒഴുകുന്നതിൻ്റെ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടും. ഇനി നോക്കി, കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഐ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തു. ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ടി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇനി നമുക്ക് അടുത്തായിട്ട് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയറാണ്. അതായത് ആൻഡ്രൂ മേരി ആംബിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിൻ്റെ പേര് നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും. യൂണിറ്റ് ആംബിയർ എന്ന് എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും, ആംബിയർ. എന്നാൽ അത് സിമ്പിൾ അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണ്. അപ്പം ആംബിയർ ആണ് SI യൂണിറ്റ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ A. ഇനി നമുക്കറിയാവുന്നതാണ് ചാർജിൻ്റെ യൂണിറ്റ് ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. COULOMB, കൂളോമാണ് ചാർജിൻ്റെ യൂണിറ്റ്. അതുപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ചാർജ് ബൈ ടൈം കൂളോം ബൈ സെക്കൻഡ് എന്ന് എഴുതാം, കൂളോം പെർ സെക്കൻഡ് എന്ന് എഴുതാം, ഓർ കൂളോം സെക്കൻഡ് റേസ് ടു -1 എന്ന് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് നോക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. കറണ്ട് എന്ന് പറയുന്ന ഒരു ഫ്ലോ ആണ്. അപ്പോൾ ഈ ഫ്ലോയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിലെ ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു, നെഗറ്റീവ് ടെർമിനൽ ലോ പൊട്ടൻഷ്യലിൽ നിന്നും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ, ഇതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ. എന്നാൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. കാരണം നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ടെർമിനലാണ് ഇലക്ട്രോൺസ് കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവിൽ നിന്നും തിരിച്ച് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. നമുക്ക് അടുത്തതായി 2 രീതിയിലുള്ള കറണ്ടിനെ കുറിച്ച് നോക്കാം. ഒന്ന് സ്റ്റഡി കറണ്ടും മറ്റൊന്ന് വേരിയിങ് കറണ്ടും.
ആദ്യം സ്റ്റഡി കറണ്ട് എന്താണെന്ന് നോക്കാം. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ടൈമിനനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആ കറണ്ട് സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാം. ഇഫ് ദി ഇഫ് ദി എമൗണ്ട് ഓഫ് കറണ്ട് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ദി ടൈം ദെൻ ദി കറണ്ട് ഈസ് നോൺ ആസ് സ്റ്റഡി കറണ്ട്. അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. അപ്പോൾ ഓരോ സെക്കൻഡിലും കടന്നു പോകുന്ന ചാർജസിൻ്റെ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ടൈമിനനുസരിച്ച് കറണ്ടിൽ ഒരു ചേഞ്ചും ഇല്ല. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. സച്ച് കറണ്ട് ആർ നോൺ ആസ് സ്റ്റഡി കറണ്ട്സ്. അടുത്തതാണ് വേരിയിങ് കറണ്ട്. വേരിയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ മീനിങ് തന്നെ നമുക്കറിയാം, ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ് വേരിയിങ് കറണ്ട്. അതായത് ടൈമിനനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. ഈ ടൈമിലെ കറണ്ട് 0 ആണ്, എന്നാൽ ഈ ടൈമിലെ കറണ്ട് മാക്സിമം ആണ്, പിന്നെ അത് 0 ആയി, ഡയറക്ഷൻ മാറി, ഇങ്ങനെ കറണ്ടിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ കറണ്ടിനെ നിങ്ങൾക്ക് വേരിയിങ് കറണ്ട് എന്ന് വിളിക്കാം. ഇഫ് ദി വാല്യൂ ഓഫ് കറണ്ട് ചേഞ്ചസ് വിത്ത് ടൈം ദെൻ ദി കറണ്ട് ഈസ് നോൺ ആസ് വേരിയിങ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ വേരിയിങ് കറണ്ട് I ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ ടൈമിൽ ഫ്ലോ ചെയ്ത ചാർജ് ആണ് ΔQ. അപ്പോഴത്തെ ടൈം ഇൻ്റർവൽ ആണ് ΔT. അപ്പോൾ അടുത്ത ടൈം ഇൻ്റർവൽ ഇതേ ചാർജ് ആയിരിക്കത്തില്ല അവിടെ ഫ്ലോ ചെയ്യുന്നത്, അപ്പം വേറെ കറണ്ട് ആയിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് കറണ്ട് I ഈസ് ഈക്വൽ ടു ΔQ/ΔT എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ dQ/dt എന്നൊക്കെ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് വേരിയിങ് കറണ്ട്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് സെൽ എന്താണെന്നാണ്. സെൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ സാധാരണ ബാറ്ററി എന്ന് പറയും. അപ്പം എന്താണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്? ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് ഒരു EMFൻ്റെ സോഴ്സിനെയാണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്? അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ചാർജസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ മുകളിലിരിക്കുന്ന വെള്ളം ഒഴുകി ആ കുഴിയിലേക്ക് വരും എന്ന് പറഞ്ഞ പോലെ ഒരു സർക്യൂട്ടിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അപ്പം സെൽ ഈസ് എ ഡിവൈസ് വിച്ച് മെയിൻറ്റെയിൻ എ സ്റ്റഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഡിവൈസിൻ്റെ പേരാണ് സെൽ. ഇനി നമുക്ക് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്താണെന്ന് നോക്കാം. അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സെൽ. അപ്പോൾ സെൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോൾ ആ സർക്യൂട്ടിൽ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. EMF മീൻസ് ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഓഫ് എ സെൽ when there is no current drawn from it. കാരണം കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യാതെ ഇരിക്കുമ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയ്ക്ക് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ അതിനെയാണ് ആ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഒരു പോയിന്റിൽ നിന്നും ഒരു യൂണിറ്റ് ചാർജിനെ ഇപ്പുറത്തെ പോയിന്റിൽ എത്തിക്കാൻ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ തമ്മിൽ കണക്ഷൻ വന്നാൽ ഒരു ചാർജിന് ഇപ്പുറത്തേക്ക് എത്താൻ എളുപ്പമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെത്താൻ ഒരു പാലം വെച്ചതുപോലെ, പാലം വെക്കുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പുറത്തെത്താൻ പറ്റും. അപ്പോൾ ബുദ്ധിമുട്ട് കുറയും എന്ന് പറയുന്നത്. എന്നാൽ ഈ പാലം ഇല്ലാത്തപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമ്മൾ വയറൊന്നും ഉപയോഗിച്ച് കണക്ട് ചെയ്യാത്തപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ വന്നു, അപ്പോൾ ചാർജസിന് പോകാൻ എളുപ്പമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ EMF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് EMFനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ടെക്സ്റ്റിനകത്തിലെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി EMF ഓഫ് എ സെൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ബൈ എ സെൽ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വൺസ് അറൗണ്ട് എ കംപ്ലീറ്റ് സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ സെല്ല് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? EMF എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ EMF is equal to വർക്ക് ബൈ ചാർജ്. ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ V is equal to EMF V is equal to W/Q ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി EMFന്റെ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ അതേ യൂണിറ്റ് ആണ് വോൾട്ട്. ക്യാപിറ്റൽ V ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വോൾട്ട് V. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ EMFന് നമുക്ക് മറ്റൊരു യൂണിറ്റൂടെ കൺസിഡർ ചെയ്യാം. അതാണ് വർക്കിന്റെ യൂണിറ്റ് ജൂൾ, ചാർജിന്റെ യൂണിറ്റ് കൂളും. അങ്ങനെയാണെങ്കിൽ ജൂൾ പെർ കൂളും ഓർ ജൂൾ കൂളോം റേസ് ടു -1. ഇതും നമുക്ക് EMFന്റെ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കറണ്ട് ഇൻ സോളിഡ് കണ്ടക്ടേഴ്സ് ആണ്. നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് കറണ്ട്. നമ്മൾ കാണുന്ന മെറ്റൽസിലെല്ലാം ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെല്ലും ഒന്നും ഇല്ലാതെ തന്നെ ഇതിലെല്ലാം കറണ്ട് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വെറുതെ ഒരു ഇരുമ്പ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറണ്ട് ഇല്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ നമ്മൾ സെല്ലും ഒന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പുറത്തുനിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോകുന്ന സൈഡിലോട്ടായിരിക്കത്തില്ല മറ്റൊരു ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം റാൻഡം മോഷനിലായതുകൊണ്ട് ഒരാൾ തെക്കോട്ട് പോയാൽ മറ്റൊരാൾ വടക്കോട്ടായിരിക്കും, വേറെ ഒരാൾ മുകളിലോട്ടായിരിക്കും, വേറെ ഒരാൾ താഴോട്ടായിരിക്കും. അങ്ങനെ പല ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അത് കാരണം അതിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെ സം എടുത്താൽ 0 കിട്ടുന്നത്. അതുകൊണ്ടാണ് സെല്ലും ഒന്നും കണക്ട് ചെയ്യാതെ ഒരു വയറിൽ ഒരിക്കലും നമുക്ക് കറണ്ട് കിട്ടാത്ത, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഫ്ലോ ഉണ്ടാകാതിരിക്കാൻ കാരണം അതാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് electrons in a conductor are in random motion. Hence, in the absence of external electric field, there is no current in a conductor. ഇനി ഒരു സെല്ല് കണക്ട് ചെയ്താലോ, ഒരു കണ്ടക്ടറിന്റെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് റാൻഡം മോഷനിലായിരിക്കും. എന്നാൽ നിങ്ങളൊരു സെല്ല് കണക്ട് ചെയ്യുന്നു, ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പോസിറ്റീവിൻ്റെ അട്രാക്ഷൻ കാരണം എല്ലാ ഇലക്ട്രോൺസും ഒരേ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു നെറ്റ് കറണ്ട് ഇതിനകത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. എന്താണെന്ന് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി, നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഒരു കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് L, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ഇതിനകത്തിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് കാരണം വെള്ളം ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് ഒഴുകും എന്ന് പറയുന്ന പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ, എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് കണക്ട് ചെയ്ത് കൊടുത്തു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഈ ഇലക്ട്രോണുകളെല്ലാം ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു V/L. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ L എന്ന് പറയും കണ്ടക്ടറിന്റെ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു V/L. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരുന്നാൽ എപ്പോഴും അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇരുമ്പ് കഷ്ണം ഇരുന്നാൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരുന്നാൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ Q എന്ന് പറയുന്ന ചാർജ് ഇരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡിൽ E എന്ന് പറയുന്ന ഫീൽഡിൽ Q എന്ന് പറയുന്ന ചാർജ് ഇരുന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F=EQ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അങ്ങനെയാണെങ്കിൽ E എന്ന് പറയുന്ന ക്യാപിറ്റൽ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആയ സ്മോൾ e, അതിന്റെ ഇലക്ട്രോണിന്റെ ചാർജ് സ്മോൾ ലെറ്റർ E ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് F=E എന്ന് എഴുതാം. F=EQ എന്നാണ് ഇക്വേഷൻ. ഈ Qന് വരെ നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജായ E ആഡ് ചെയ്തു, സ്മോൾ e ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ആണിത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മൾ മൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പതുക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ വെലോസിറ്റി കുറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അവിടെയാണ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഫോഴ്സ് F=ma.
അതേ ഇക്വേഷൻ ഉപയോഗിച്ച് എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് നമുക്ക് എഴുതും. അങ്ങനെയാണെങ്കിൽ ഈ എഫിന് പകരം നമുക്ക് ഈ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇ ബൈ എം എന്നായി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്തു. ഫോഴ്സ് കാരണം ഒരു ആക്സിലറേഷൻ ഉണ്ടായി. ഈ ആക്സിലറേഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ചാർജസിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ആ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ടൈമിന് പകരം നമുക്ക് ടോ എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈമാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ടോ. അപ്പം എക്ക് പകരം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വി ഡി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടോ ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്യാം. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. നമുക്ക് അതുകൊണ്ട് ഇവിടെ തൊട്ട് നമുക്ക് നെഗറ്റീവ് സൈൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്ന ഇതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പോസിറ്റീവും നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സെല്ല് ഉപയോഗിച്ച് ഒരിടത്ത് പോസിറ്റീവും മറ്റിടത്ത് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. എന്നാൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിന് പോസിറ്റീവിനോടാണ് അട്രാക്ഷൻ. അതുകൊണ്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് അങ്ങോട്ടാണ്, പോസിറ്റീവിലേക്കാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിയുടെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ്, നിങ്ങളൊരു വയർ എടുത്തിട്ട് അതിലൊരു സെല്ല് കണക്ട് ചെയ്താൽ അതാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ കൈവരിക്കുന്ന അഡീഷണൽ ആയിട്ട് അതിന് കിട്ടുന്ന, അല്ലാതെ തന്നെ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ. അത് കൂടാതെ തന്നെ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടുമ്പോൾ ഈ ഇലക്ട്രോണുകൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദി ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ അണ്ടർ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. പുറത്തുനിന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടുമ്പോൾ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഒത്തിരി ഇലക്ട്രോൺസ് കാണും, അവരുടെ എല്ലാം കൂടെ ആവറേജ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് നോക്കാം. നമ്മൾ എപ്പോഴാണ് റിലാക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി ഇലക്ട്രോൺസ് ഇങ്ങനെ കണ്ടക്ടറിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ടക്ടറിലൊക്കെ ആറ്റംസും അയോൺസും ഒക്കെ ഇരിപ്പുണ്ട്. മെറ്റലിലൊക്കെ ഇഷ്ടംപോലെ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് ഒക്കെ കാണും. ഇവരെയൊക്കെ ഇടിച്ചിടിച്ചാണ് പോകുന്നത്. നമ്മളൊരു ഉത്സവ പറമ്പിലൂടെ നടന്നു പോകുന്ന പോലെ നമ്മൾ ഒത്തിരി ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുമ്പോൾ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടിയ ഇലക്ട്രോൺ ഓടി ഏതെങ്കിലും ഒരു ആറ്റത്തേലോ അയോണിലോ ചെന്ന് ഇടിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കും. പിന്നെയും ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം വീണ്ടും ഓടും. ഇപ്പം നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വരുന്നു, ഒത്തിരി മരങ്ങളുള്ള ഒരു സ്ഥലത്തൂടെ ഓടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ഓടി ചിലപ്പോൾ ഒരു മരത്തിൽ ചെന്നിരിക്കുന്നു. അവിടെ വീണ് കിടക്കുമ്പോഴാണ് അയ്യോ വീണ്ടും പട്ടി വരുന്ന കാര്യം നമ്മൾ ഓർമ്മ വരുന്നത്. അപ്പോൾ വീണ്ടും ചാടി എഴുന്നേറ്റ് ഓടും, അടുത്ത മരത്തെ ചെന്ന് ഇടിച്ച് വീഴും. അപ്പോഴും പട്ടിയുടെ ഓർമ്മയുള്ളതുകൊണ്ട് വീണ്ടും ഓടും. ഇങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ആറ്റത്തിലുള്ള അയോണിലൊക്കെ ചെന്ന് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരവിടെ റെസ്റ്റിലാവും. വീണ്ടും അവർ മൂവ് ചെയ്യും, അടുത്ത കൊളീഷൻ നടക്കും. ഇങ്ങനെ രണ്ട് കൊളീഷനുകൾക്കിടയിലായിരിക്കും ഇലക്ട്രോൺസ് റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിലാക്സേഷൻ ടൈം ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് ദി ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ആറ്റംസ് ഓർ അയോൺസ് ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അടുത്തടുത്ത് വരുന്ന കൂട്ടിമുട്ടലുകൾക്കിടയിലുള്ള ആവറേജ് ടൈം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്.